ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. ഇന്ന് ഞാൻ നമ്മുടെ മധ്യപ്രദേശിൽ നമ്മുടെ കുഞ്ഞ് കിച്ചണിൽ എന്തൊക്കെയാണ് നമ്മുടെ ഉച്ചയൂണ് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഞങ്ങളിന്ന് അമ്പലത്തേക്കും പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ BSFിൻ്റെ അമ്പലം. അപ്പം അവിടുത്തെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയിട്ട് ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറിനൊക്കെ അരിയിട്ട് ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് ഞാൻ കോവയ്ക്ക് ഉപ്പേരിയും അതുപോലെ ചീര കറി വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ചീര നമ്മൾ മേടിച്ചിട്ട് ഒരാഴ്ചയായി. പക്ഷേ നമ്മൾ ഈ ഇടയ്ക്ക് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് പിന്നെ അധികം ചീരയൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. അത് നമ്മൾ പിന്നെ അങ്ങനെയല്ലേ, മലയാളീസൊക്കെ അങ്ങനെ തന്നെ അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെജിറ്റബിൾസ് തൊടു പോലും ഇല്ല. വല്ല ഇലക്കറികളൊന്നും പിന്നെ പറയും വേണ്ടല്ലേ. അല്ലെങ്കിൽ നമുക്കൊന്നും ഇലക്കറികൾ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ചിക്കനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇലക്കറികളൊക്കെ കഴിക്കുമല്ലേ. പിന്നെ ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിക്കുന്നുണ്ട്. കാരണം സാധാരണ നമുക്ക് എപ്പോഴും അടുക്കളയിൽ കയറി കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുകിട്ട് കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ കറിവേപ്പിലയൊക്കെ പൊട്ടിക്കാൻ ഓർമ്മ വരിക. സാധാരണ അങ്ങനെയാണ്, എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അതുവരെ അതൊന്നും ഓർക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് നേരത്തെ പോയി കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് കുറേ നേരം കൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കുന്ന കേട്ടോ. കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതുകൊണ്ട്, അതായത് മോൻ വീട്ടിലുള്ളതുകൊണ്ട് മോൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിലേ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഇതുപോലെ എന്താ പറയുക, ഗ്രൗണ്ടിൻ്റെയൊക്കെ തൊട്ടടുത്തായത് കാരണം പിള്ളേരെല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ശരിക്കും ഒരു ഇന്ന് നല്ല ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പെട്ടിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എന്താ പറയുക വോയിസ് ഓവറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം അത്രയും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പറയാനൊന്നും കഴിയുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസിനുള്ള വോയിസ് ഓവറൊന്നും കറക്റ്റായി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അധികം വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് കോവയ്ക്ക് ഉപ്പേരി വെക്കാനും വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത്രയും സാധനങ്ങളാണ് ഇട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ചീരയും അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ചീര ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ്, അതുപോലെ കായപ്പൊടി, അതുപോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രം ഇടുന്നുള്ളേ. അതിട്ടിട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിടാണ്ട്, ഞാൻ തക്കാളി പിന്നെ ലാസ്റ്റ് ആട്ടോ ഇട്ടത്. തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നന്നായിരിക്കുമേ. അപ്പം ഞാൻ ഒരു തക്കാളി ആട്ടോ എടുത്തത്. ഒരു തക്കാളിക്ക് തന്നെ ധാരാളമായിരിക്കുമേ. അപ്പോൾ തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ആ ഒരു ചീരേൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കില്ല കേട്ടോ. ആ ഒരു പുളിയും കൂടെ ആയിട്ട് ചെറുതായ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി പോവുക. അതിന് വേണ്ടിയിട്ടാട്ടോ തക്കാളി ഇടുന്നത്. ചീരയൊക്കെ ശരിക്കും 5 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ. പക്ഷേ ഞാൻ പെട്ടെന്നാകാനും വേണ്ടി കുക്കറിനകത്താട്ടോ വെച്ചത്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ. ഞാൻ ഇന്ന് നേരം വൈകിട്ടാണ് ഈ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ കോവയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോവയ്ക്ക് പിന്നെ അധികം പണിയൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. കോവയ്ക്ക് ഉപ്പേരി വയ്ക്കാൻ അധികം പണിയൊന്നുമില്ല. കോവയ്ക്ക് മാത്രം മുറിച്ചിട്ടാൽ മതി. പിന്നെ ഉപ്പും മുളകും മാത്രം ഇട്ടാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണിയില്ല കേട്ടോ. ഇല്ലേ നമ്മളിപ്പം വേറെ വല്ല തോരനൊക്കെ വെക്കുന്നെങ്കിൽ ഉള്ളി മുറിക്കണം, അതുപോലെ വെളുത്തുള്ളി തോല് കളയണം. ഭയങ്കര പണിയല്ലേ. ഇതിനങ്ങനത്തെ പണിയൊന്നുമില്ല. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ തണ്ണിമത്തം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ രാവിലെ തന്നെ ഞാൻ ഒന്ന് മുറിച്ച് വയ്ക്കുന്നുണ്ട്. കാരണം അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എടുത്ത് കഴിച്ചാൽ പോരെ. ഇല്ലേ മടിയായിരിക്കും എടുത്ത് കഴിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇന്നും അത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ അത് കട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഞാനതെടുത്ത് പുറത്ത് വെച്ചായിരുന്നേ, മുറിക്കാനും വേണ്ടി പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മോൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 വീഴ്ത്തിയിട്ടു. അപ്പോൾ അത് മുറിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അത് നടുവേ കയറി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതെന്തായാലും അപ്പം തന്നെ പെട്ടെന്ന് മുറിച്ചു. കാരണം ഇനി അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒലിച്ച് താഴെ ഇറങ്ങും. അപ്പോൾ അതൊരു 2 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ അത്യാവശ്യം അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പെട്ടെന്ന് മുറിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ നോക്കിയപ്പോൾ ഈ ഒരു മൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തേങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ ചൂടൊക്കെ അല്ലേ. ഇപ്പോൾ ചൂടൊക്കെ ആയത് കാരണം പെട്ടെന്ന് ആൾക്ക് കേടുവന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ 2-3 തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങയെങ്കിലും നല്ലതായിട്ട് കിട്ടും. ഞാനാണെങ്കിൽ ചീര വെക്കാൻ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നെ തേങ്ങയില്ല. ഞാൻ ആകെ പെട്ടു. പിന്നെ ഞാനിന്ന് രാവിലെ ദാല് കറി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പരിപ്പിട്ടിട്ട് ചീര വയ്ക്കാറില്ലേ, അതുപോലെ ദാലിട്ടിട്ട് ചീര ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ ആ ദാലും കൂടെ വെച്ചതെടുത്ത് ഒഴിച്ചു കേട്ടോ. ദാലും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായി, അല്ലെങ്കിൽ അത് കുറുകിയിട്ടായിരുന്നു. അപ്പോൾ അധികം കുറുക്കേണ്ടിയൊന്നും വന്നില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഞാൻ ആ ചീരയും കൂടെ ഒഴിച്ചു കൊടുക്കാണ്ടുണ്ടായത്. പക്ഷേ എൻ്റെ ചീര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര കറി വയ്ക്കുമ്പം ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ചീര എന്ന് വെച്ചാൽ കുക്കറിനകത്തായിരുന്നല്ലോ വെച്ചാൽ, അപ്പോൾ അതിനകത്ത് നല്ലപോലെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുമാതിരി വെള്ളം കറി ആയിപ്പോയി. പിന്നെ ഞാനത് വറ്റിക്കാൻ നല്ലപോലെ പാടുപെട്ടു കേട്ടോ. ആ ചീരക്കറി ഒന്ന് വറ്റിച്ചെടുക്കാൻ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വരാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. നല്ലപോലെ വെള്ളമായി പോയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ചില ദിവസം അങ്ങനെയാണ്. ചിലപ്പോൾ നന്നായി കിട്ടും, ചിലപ്പോൾ നന്നായി കിട്ടില്ല. ഇന്ന് തന്നെ ചതിച്ചത് തേങ്ങ കേട്ടോ. അപ്പോൾ തേങ്ങ ഉണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലായിരുന്നു ഞാൻ ഈ കറി വയ്ക്കാൻ തുടങ്ങിയത് തന്നെ. കാരണം നമ്മൾ ചീരക്കറിയൊന്നും അങ്ങനെ വെക്കാറൊന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് നേരം സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്ക് അതൊക്കെ ഒന്ന് ചെറുതായി വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇതുപോലെ അമ്പലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയപ്പം ഇവിടെ നവരാത്രിയൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ അമ്പലത്തിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളത്തിലത്തെ അവരുടെ എന്ന് വെച്ചാൽ പട്ടാളക്കാരും കുറേ ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയില്ല കേട്ടോ, കാരണം ഒരുപാട് ജെൻസ് അകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ കൂടെ പോകുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അമ്പലമല്ല ഇവിടെ. അപ്പം കുറച്ച് സിസ്റ്റമൊക്കെ വേറെയാണ്, കാരണം അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ അകത്ത് അധികവും ജെൻസ് ആയിരിക്കും, ലേഡീസ് കുറവായിരിക്കും. അപ്പം ഞാൻ പുറത്തുനിന്ന് തന്നെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇന്ന് ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഇവിടുന്ന് പ്രസാദം തരും. പ്രസാദം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദലിയ പറഞ്ഞിട്ടൊരു സാധനം കിട്ടും, ദലിയ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗോതമ്പൊക്കെ ഇല്ലേ, നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ അതിനകത്ത് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് കഞ്ഞി പോലെ ആക്കിയിട്ടാട്ടോ അവർ തരിക. അപ്പം അത് കഴിക്കാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ എനിക്ക് അത് കഴിച്ചപ്പോൾ ഒട്ടും പറ്റിയില്ലാട്ടോ, നല്ല അസിഡിറ്റിയൊക്കെ ആയി. കാരണം എന്താണെന്നറിയില്ല, അതിനകത്ത് അവർ വേറെ എന്തോന്ന് ചേർത്തെന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് മറ്റേ ദലിയടയാണെന്നാണ് ഞാനും വിചാരിച്ചത്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് പോയി കഴിച്ചത്. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അതിനകത്ത് വേറെ എന്തോ ഒരു സാധനം ചേർത്തിട്ടുണ്ട്. ഇവിടെ പൂച്ചയ്ക്ക്, അതായത് ഫാസ്റ്റിനൊക്കെ എന്താ പറയുക, കഴിക്കുന്ന എന്തോ ഒരു ധാന്യമാണ്. അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത് പറഞ്ഞാൽ പിന്നെ ഞാൻ 2-3 ദിവസമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ദിവസം കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് ഇവിടെ ബടാഖാനയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ബടാഖാന ഉണ്ടായിരുന്നത് ഞായറാഴ്ച ആയിരുന്നേ, അതായത് ഇന്നായിരുന്നു എന്ന് വെച്ചാൽ ബടാഖാനയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഞാനും കുഞ്ഞ് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ഓഫീസിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായിട്ട് ഞങ്ങൾ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. ദീദിമാരെല്ലാവരും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നല്ലപോലെ സമയം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവിടെ കന്യാപൂജയൊക്കെ ആയിരുന്നേ, അതായത് അമ്പലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് കന്യാപൂജയൊക്കെ നടത്തുകയും അവർക്ക് കന്യാഭോജനമൊക്കെ നടത്തും. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പം അമ്പലത്തിൻ്റെ മുകളിൽ അങ്ങനെ തേനീച്ചക്കൂടൊക്കെ വന്നിരിക്കുന്നു. തേനീച്ചയൊക്കെ അവിടെ ചുറ്റും പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടെ കുറേ പേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഞാനും മോനും കൂടെ ഒരു സൈഡിലിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അവിടെ ഒരു സൈഡിലിരുന്നു. കാരണം എന്താ പറയുക, നമുക്ക് അവിടെ അധികമൊന്നും ചെയ്യാനൊന്നുമില്ല. ബാക്കിയുള്ളവരെല്ലാവരും കന്യാപൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം ഞങ്ങളൊരു സൈഡിലിരുന്നു. കാരണം ഇവൻ ആൺകുട്ടിയല്ലേ, ഇല്ലേ ഇവനെയും പിടിച്ച് പൂജിക്കുകയായിരുന്നേ. പക്ഷേ എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് അങ്ങനെ കന്യാപൂജയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫുഡ്. ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യക്കാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താലി എന്ന് പറയും ഇതിനെ. പിന്നെ ഏട്ടൻ ഇന്നലെ രാത്രി എൻ്റെ കൂടെ കുക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ ഇന്നലെ എനിക്ക് ഇതുപോലെ ദോശ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ എന്താ പറയുക, ഊത്തപ്പം എന്നൊക്കെ പറയുക, ആ സാധനമായിരുന്നു കേട്ടോ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇന്ന് എൻ്റെ വക ആയിക്കോട്ടെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എനിക്കാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഞാനിന്ന് പ്ലേറ്റൊക്കെ പോയി ഒരു മൊക്കിലിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്, കാരണം എനിക്ക് കറക്റ്റായിട്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ നാളെ നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാവേ. ഇപ്പോൾ 2 ദിവസം എനിക്ക് അല്ലെങ്കിലേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബായ്.